എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ നാൾ വഴികൾ ഓരോന്നും ധ്യാനിക്കുന്ന നിമിഷങ്ങളാണല്ലോ ക്രിസ്തുമസ് കാലഘട്ടം. സർവ്വജനത്തിനുമുണ്ടായ ആ മഹാസന്തോഷം, കർത്താവായ ക്രിസ്തു നമ്മുടെ രക്ഷിതാവ് എന്ന യാഥാർത്ഥ്യം, ആ ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടിയിരിക്കുന്നു എന്ന അനുഭവം. ഹാപ്പി ക്രിസ്മസ്. ശരിക്കും ഹാപ്പിയാണോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39 മുതലുള്ള വാക്യങ്ങൾ. മറിയം എലീശബത്തിനെ കാണുന്ന ഒരു രംഗം. അതിൻ്റെ 41-ാമത്തെ വാക്യത്തിൽ മറിയയുടെ വന്ദനം എലീശബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി എന്ന് നാം വായിക്കുന്നു. മറിയയുടെ ഉള്ളിൽ ഉരുവായിക്കൊണ്ടിരുന്ന ക്രിസ്തുവിനെ ആദ്യമായി തിരിച്ചറിയുന്ന രണ്ടുപേർ, എലീസബത്തും യോഹന്നാനും. ദ സ്റ്റേറ്റ് ഓഫ് മെറ്റേണിറ്റി അവർക്ക് നൽകിയ വലിയ ഭാരത്തിൻ്റെ ഇടയിലുള്ള ഒരു കണ്ടുമുട്ടലാണ് മറിയയുടെയും എലീസബത്തിൻ്റെയും. ലോകപ്രകാരം അസ്വാഭാവികമായ ചിലതുകൾക്കിടയിലൂടെ കഴിഞ്ഞു പോകുന്ന രണ്ട് സ്ത്രീകൾ. ഇന്നത്തെ കാലത്ത് നാം കാണുന്ന മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും സെറിമണീസും ഒന്നും നടത്താൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു അവർ രണ്ടുപേരും. പക്ഷേ മറിയയുടെ വന്ദനസ്വരം കേട്ട ഉടനെ അവിടം സന്തോഷമുഖരിതമാകുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടാക്കുന്ന ഒരു സന്തോഷം. ഹാപ്പി ക്രിസ്മസ്. ശരിക്കും ഹാപ്പിയാണോ? നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സമൂഹം അവരനുഭവിക്കുന്ന പലതരം ഭാരങ്ങളുടെയും പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ, പ്രകൃതി ദുരന്തങ്ങളുടെയും പ്രതീക്ഷയറ്റ ജീവിത സാഹചര്യങ്ങളിലൂടെയും നാം സൃഷ്ടിച്ചവയും നമ്മിലേക്ക് വന്നു ചേർന്നതുമായ ദുരിതങ്ങളുടെയും ഇടയിൽ കഴിയുമ്പോൾ നാം പറയുന്ന ഹാപ്പി ക്രിസ്മസ് ശരിക്കും അവരെ ഹാപ്പിയാക്കുന്നുണ്ടോ? നമ്മുടെ വന്ദനസ്വരങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് കേൾക്കപ്പെടുന്ന ഹൃദയങ്ങൾ സന്തോഷമുഖരിതമാകും. മറിയയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. നമുക്കും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാകാം. നമ്മുടെ വന്ദനസ്വരങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് സന്തോഷം, സ്നേഹം, സമാധാനം, നമ്മളിൽ നിന്നുള്ള ക്ഷമ, ദയ, ഉപകാരങ്ങൾ, വിശ്വാസ്യതയോടും സൗമ്യതയോടും കൂടെയുള്ള ഇടപെടലുകൾ, ഇവയെല്ലാം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ലഭിക്കട്ടെ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് വന്ദനങ്ങൾ ശരിക്കും മറ്റുള്ളവരെ ഹാപ്പിയാക്കട്ടെ. ആമേൻ.